ശ്രീകുട്ടി അബ്രഹാം, ഇവിടെ ഇപ്പോൾ തോമസ് കെ തോമസിനെ ഏതാണ്ട് മുഖ്യമന്ത്രി തള്ളിയ മട്ടാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. പവാറിനും ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തോമസ് കെ തോമസിനെ കാണാൻ പവാർ കൂട്ടാക്കിയില്ല എന്നാണ്. NCP ഒരു പിളർപ്പിലേക്കാണോ, അതിനുള്ള സാധ്യതകളാണോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? NCPക്ക് പിടരാതിരിക്കാം. അത് പിടർന്നത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല. പിടരാതിരുന്നത് കൊണ്ടും വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. CPM-ന്റെ ഒരു ദയ കൊണ്ടും ഒരു ക്രമ കൊണ്ടുമാണ് ആ പാർട്ടി ഇപ്പോൾ മന്ത്രിസഭയിൽ. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം NCP പിടരുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത് ശരിയായ രീതിയാണോ? ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ്, ഒരു മുന്നണി, ആ മുന്നണി ഭരിക്കുമ്പോൾ NCP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് 2 അംഗങ്ങളാണ്. അപ്പൊ അതിൽ ആരാണ് മന്ത്രിയാവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? മുഖ്യമന്ത്രിയാണോ? അതെ. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ജനാധിപത്യത്തിന്റെ അനുസരിച്ച് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുന്നത്. പക്ഷെ കൂട്ടുകക്ഷി ഗവൺമെന്റ് ആകുമ്പോ ആ പാർട്ടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒരാളിനെ ഇതുവരെ മന്ത്രിയാക്കാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടവും അനിഷ്ടവും. തോമസ് കെ തോമസിനെ ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ പേരിലെന്തോ പരാതിയോ കേസോ എന്തോ ഉണ്ടെന്നൊക്കെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധുവാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ശശീന്ദ്രനെതിരായിട്ട് നേരത്തെ ഒരു കേസ് വന്നതാ, അദ്ദേഹം രാജിവെക്കേണ്ടി വന്നതാ. ആ ചരിത്രം ആരും ഓർക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ഘടകകക്ഷി, അതിപ്പോ പവാർ കാണാൻ കണ്ടോ കണ്ടില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്നലെ പവാറും കൂടെ ചേർന്നാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കാരാട്ടിന്റെയും മറ്റും മുമ്പിൽ. നേരത്തെയും പവാർ ആ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള തീരുമാനത്തോട് സപ്പോർട്ട് ചെയ്തത്. കാരണം പാർട്ടിയുടെ തീരുമാനമാണ്. പവാറിന്റെ അല്ല, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. അപ്പൊ അതല്ലേ നടപ്പാകേണ്ടത്? അതിനുവരെ ഇവിടെ മുഖ്യമന്ത്രിയാണോ തീരുമാനിക്കുന്നത്? NCPയുടെ. എന്നാലിപ്പം ജനതാദൾ എസ് അവിടെയൊന്നും കാര്യത്തില് മാത്യു ടി തോമസ് നേരത്തെ മന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് കൃഷ്ണൻകുട്ടി ചേട്ടനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് പാർട്ടി. ആ പാർട്ടി തീരുമാനിച്ചപ്പോൾ ചെയ്തു. പിന്നെന്താ NCPയുടെ കാര്യത്തിൽ മാത്രം, തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര പിടിവാശി? അതല്ലേ പ്രധാന പ്രശ്നം. പാർട്ടി പിടരുകയോ പിടരാതിരിക്കട്ടെ.